പ്രിയമുള്ളവരെ, വചനജ്വാല 1686 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 13 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. മറ്റം നിത്യസഹായ മാതാവിൻ്റെ 88ാം തിരുനാളിനോടനുബന്ധിച്ചുള്ള ബൈബിൾ കൺവെൻഷൻ ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാവരെയും ബൈബിൾ കൺവെൻഷനിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 51-ാം അധ്യായം 44 മുതൽ 64 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവൻ വിഴുങ്ങിയത് ഞാൻ പുറത്തെടുക്കും, ജനതകൾ അവനെ സമീപിക്കുകയില്ല. ബാബിലോണിന്റെ കോട്ട തകർന്നിരിക്കുന്നു. എന്റെ ജനമേ, അവളുടെ അടുത്തു നിന്ന് ഓടിയകലുവിൻ. കർത്താവിന്റെ ഉഗ്രകോപത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കുവിൻ. നാട്ടിൽ അക്രമം, ഭരണാധിപനെതിരെ എന്നിങ്ങനെ ദേശത്ത് വർഷം തോറും മാറി മാറി പ്രചരിക്കുന്ന വാർത്ത കേട്ട് നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. ബാബിലോണിന്റെ വിഗ്രഹങ്ങൾ ഞാൻ തകർക്കുന്ന ദിവസം വരുന്നു. അവളുടെ ദേശം ലജ്ജിക്കും. അവളുടെ നിഹിതന്മാർ അവളുടെ മധ്യേ വീഴും. അപ്പോൾ ആകാശവും ഭൂമിയും അവയിലുള്ളവയും ബാബിലോണിന്റെ നാശത്തിൽ സന്തോഷിച്ചു പാടും. കാരണം വടക്കു നിന്ന് സംഹാരകൻ വന്നു ചേരും. കർത്താവ് അരുളി ചെയ്യുന്നു. ലോകമെങ്ങുമുള്ള ജനങ്ങളെ കൊന്നു വീഴ്ത്തിയ ബാബിലോൺ ഇസ്രായേലിലെ നിഹിതന്മാരെ പ്രതി അപ്രകാരം തന്നെ നിലം പതിക്കണം. വാളിൽ നിന്ന് രക്ഷപ്പെട്ട നീ നിൽക്കാതെ ഓടുക. വിദൂരത്തു നിന്ന് കർത്താവിനെ ഓർക്കുക. ജെറൂസലേം നിന്റെ സ്മരണയിൽ ഉണ്ടായിരിക്കട്ടെ. പരിഹാസ വചനങ്ങൾ കേട്ട് ഞങ്ങൾ ലജ്ജിതരായിരിക്കുന്നു. അവമാനം ഞങ്ങളുടെ മുഖം മൂടുന്നു. കർത്താവിന്റെ ഭവനത്തിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ വിജാതീയർ പ്രവേശിച്ചു. ബാബിലോണിന്റെ വിഗ്രഹങ്ങളെ ഞാൻ നശിപ്പിക്കുന്ന ദിവസം വരുന്നു. അന്ന് അവളുടെ ദേശത്ത് നിന്ന് വൃണിതരുടെ രോദനം ഉയരും. ബാബിലോൺ ആകാശം വരെ ഉയർന്നാലും ഉന്നതങ്ങളിൽ കോട്ട കെട്ടിയാലും ഞാൻ അവളുടെ മേൽ സംഹാരകനെ അയക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാ ബാബിലോണിൽ നിന്ന് ഒരു നിലവിളി, കൽദായ ദേശത്ത് നിന്ന് ഭീകരനാശത്തിന്റെ മുഴക്കം. കർത്താവ് ബാബിലോണിനെ ശൂന്യമാക്കുന്നു. അവളുടെ ഗംഭീര ശബ്ദം ഇല്ലാതാക്കുന്നു. സൈന്യങ്ങൾ തിരമാലകൾ പോലെ ആർത്തെടുക്കുന്നു. അവളുടെ ആരവം ഉയരുന്നു. ഇതാ സംഹാരകൻ അവൾക്കെതിരെ വന്നു കഴിഞ്ഞു. യോദ്ധാക്കൾ പിടിക്കപ്പെട്ടു. അവളുടെ വില്ലുകൾ തകർന്നു. എന്തെന്നാൽ കർത്താവ് പ്രതികാരത്തിന്റെ ദൈവമാണ്. അതിന് പകരം വിട്ടും. അവളുടെ പ്രഭുക്കളെയും ജ്ഞാനികളെയും ദേശാധിപതികളെയും സേനാധിപന്മാരെയും യോദ്ധാക്കളെയും ഞാൻ ഉന്മത്തരാക്കും. അവർ ഒരിക്കലും ഉണരാത്ര നിദ്രയിലാഴും. സൈന്യങ്ങളുടെ രാജാവായ കർത്താവ് അരുളി ചെയ്യുന്നു. ബാബിലോണിന്റെ ശക്തിദുർഗങ്ങൾ നിലംപതിക്കും. കവാടങ്ങൾ അഗ്നിക്കിരയാകും. ജനങ്ങളുടെ അധ്വാനം വ്യർത്ഥമാകും. അവരുടെ പ്രയത്നഫലം കത്തി നശിക്കും. മഹ്സേയായുടെ പുത്രനായ നേരിയായുടെ പുത്രൻ സേറായിക്ക് ജെറമിയ പ്രവാചകൻ നൽകിയ കൽപ്പന. രാജാവിന്റെ അംഗരക്ഷകനായിരുന്ന അവൻ
സെദക്കിയായുടെ 4-ാം ഭരണവർഷം രാജാവിനൊപ്പം ബാബിലോണിലേക്ക് പോയപ്പോഴാണ് ജെറമിയ ഇത് പറഞ്ഞത്. ബാബിലോണിന് വരുന്ന മാസം ജെറമിയ ഒരു പുസ്തകത്തിൽ എഴുതി. ജെറമിയ സെറയായോട് പറഞ്ഞു, ബാബിലോണിലെത്തുമ്പോൾ നീ ഇതെല്ലാം വായിച്ച ശേഷം, കർത്താവേ, മനുഷ്യനോ മൃഗമോ അവശേഷിക്കാതെ നിത്യ ശൂന്യതയാകും വിധം ഈ ദേശത്തെ നശിപ്പിച്ചു കളയുമെന്ന് അവിടുന്ന് അരുളി ചെയ്തല്ലോ എന്ന് പറയണം. വായിച്ചു കഴിയുമ്പോൾ പുസ്തകത്തോട് ചേർത്ത് കല്ല് കെട്ടിയ യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറയുക, ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങൾ നിമിത്തം ബാബിലോൺ ഇതുപോലെ മുങ്ങും, അവർ തളർന്നു പോകും, ഇനി അത് പൊങ്ങി വരികയില്ല. ഇതാണ് ജെറമിയായുടെ വചനങ്ങൾ. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് 3 വിശുദ്ധരുടെ തിരുനാളുകൾ സംയുക്തമായി ആഘോഷിക്കുന്ന പൊൻസുദിനമാണ്. വിശുദ്ധ മാർട്ടിൻ പാപ്പായെയും വിശുദ്ധ മാർഗരറ്റിനെയും വിശുദ്ധ ഹെർമന ഗിൽഡിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് ഇന്ന്. ക്രിസ്തുവിനെ പ്രതി ചക്രവർത്തിയുടെയും പാട്രിയാർക്കിന്റെയും നയങ്ങളെ എതിർത്തത് മൂലം നാട് കടത്തപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും അവസാനം ജയിലിൽ പട്ടിണി കിടന്ന് മരണത്തെ പുൽകുകയും ചെയ്ത വിശുദ്ധ മാർട്ടിൻ പാപ്പായോടൊപ്പം ആര്യൻ പാഷണ്ഡികളുടെ രാജാവായ ലെവിഡലിന്റെ മകനായ വിശുദ്ധ ഹെർമന ഗണ്ടിനെയും ഇന്ന് അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ഭാര്യ കത്തോലിക്ക വിശ്വാസത്തിൽ ആഴപ്പെട്ടിരുന്നത് കൊണ്ട് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. തന്നിമിത്തം തനിക്ക് ലഭിച്ച രാജ്യം പോലും നഷ്ടപ്പെടുകയും ജയിലിലടച്ച് മർദ്ദിക്കുകയും ചെയ്തു. ജയിൽ ഹെർമനെ ഗിൽഡിനെ സുഹൃതാഭ്യാസത്തിനുള്ള ഒരു കളരിയായി മാറി. ഒരു ഉയർപ്പ് തിരുനാൾ ദിനം ആര്യൻ മെത്രാൻ വഴി വിശുദ്ധ കുർബാന കൊടുത്തയച്ചെങ്കിലും അത് നിരസിച്ച് പിതാവിനാൽ ശിരച്ഛേദം ചെയ്യപ്പെട്ട് നിത്യ സമ്മാനത്തിന് യാത്രയായി. മകന്റെ രക്തം പിതാവിനെ മാനസാന്തരപ്പെടുത്തിയില്ലെങ്കിലും ന്യായാധിപനായ സഹോദരൻ മാനസാന്തരപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇന്ന് തന്നെ കസ്തുല്യായിലെ വിശുദ്ധ മാർഗരറ്റിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. അന്തയും നട്ടെല്ലിനും കാലിനും ഗുരുതരമായ പ്രശ്നങ്ങളുമുള്ളവളായി ജനിച്ച മാർഗരറ്റിനെ കുറിച്ച് മാതാപിതാക്കൾക്ക് വലിയ നിരാശയായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ മരിച്ചുവെന്ന് ആളുകളോട് പറയുകയും ഇവളെ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയും ചെയ്തു. വികാരിയച്ഛന് മാത്രമേ ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നുള്ളൂ. ദൈവസ്നേഹത്തെക്കുറിച്ചും കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചും വൈദികൻ പഠിപ്പിച്ചു. വിശുദ്ധ കുർബാന അവിടെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അവളുടെ കൗമാരപ്രായത്തിൽ കസ്റ്റല്ലായിലെ ഒരു ഫ്രാൻസിസ്കൻ ദേവാലയത്തിലേക്ക് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുവാനായി കൊണ്ടുപോയി. ധാരാളം പ്രാർത്ഥിച്ചെങ്കിലും സൗഖ്യം ലഭിക്കാത്തത് മൂലം അവളെ രഹസ്യമായി അവിടെ ഉപേക്ഷിച്ചു. അവിടുത്തുകാർ അവളുടെ അടുത്ത് എത്തി. ഭവനരഹിതരായ ചിലർ അവളെ ഭിക്ഷയാചിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിൽ
ആരോടും പരാതി പറയാതെ അന്തി ഉറങ്ങി. ഇതിനിടയിൽ ഡൊമിനിക്കൻ സഭാംഗങ്ങളെ പരിചയപ്പെടുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും തടവുകാരെ സന്ദർശിക്കുകയും രോഗികളെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് നഗരത്തിലെ എല്ലാവരും മാർഗരറ്റിനെ പ്രത്യേകമായി അഭിനന്ദിച്ചു. 33-ാം വയസ്സിൽ നിത്യ സമ്മാനത്തിന് വിധിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, കസ്തല്യായിലെ വിശുദ്ധ മാർഗരറ്റിനെയും വിശുദ്ധ മാർട്ടിൻ പാപ്പായെയും വിശുദ്ധ ഹെർമനെ ഗിൽഡിനെയും അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു.